ശ്രീ ജിൻഡോ, ഇവിടെ എന്താണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ രാജ്യത്തെമ്പാടുമുള്ള പ്രതിപക്ഷമല്ല അല്ലെങ്കിൽ പ്രതിപക്ഷ ഇടപെടുന്നു, അവിടുത്തെ സർവകലാശാലയിൽ ഏത് രീതിയിൽ ഇടപെടുന്നു, അവിടുത്തെ സിലബസിൽ അവിടുത്തെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ സ്വഭാവം ഏത് രീതിയിൽ കോൺഗ്രസും അല്ലേ? അപ്പോൾ എന്താണ് ആരിഫ് മുഹമ്മദ്കാരനേക്കാൾ RSSകാരനായ അർലേക്കർ അതിൽ നിന്ന് മറ്റൊരു ചിന്ത ഉണ്ടാകും എന്ന് കരുതുന്നവരുമല്ല നിങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ വിശാലമായാണോ നിങ്ങൾ കാണേണ്ടത്, അതോ ഈ പറയുന്ന സിൻഡിക്കേറ്റ് അവിടുത്തെ അതിനകത്തെ യോഗം ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ VC ഇല്ലാത്ത സിൻഡിക്കേറ്റ് ചട്ടവിരുദ്ധമാണോ, ചട്ടത്തിനെതിരെ കോടതി പോകാമോ എന്നതാണോ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് നിങ്ങൾ കാണേണ്ടത് ജിൻഡോ? അല്ല, ഞാൻ അപ്പോൾ ഹാഷ്മി അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വന്ന ആർലേക്കർക്കെതിരെ അദ്ദേഹം RSSകാർ ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം വെച്ച് ഉള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളതിൽ പ്രതിഷേധമാണല്ലോ. ഈ കാര്യം ആദ്യം റൈസ് ചെയ്തത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. കൃഷി മന്ത്രി പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ അതിൽ എതിർപ്പ് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിഷയാടിസ്ഥിത നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ മോഹനൻ കുന്നുമ്മലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രശ്നം എന്താണ്? രജിസ്ട്രാർ ആരോട് ചോദിച്ചിട്ടാണ് മതസംഘടനയ്ക്ക് അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഹോൾ വാടകയ്ക്ക് കൊടുത്തത്? RSSുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ആരോട് ചോദിച്ചിട്ട് ഏത് സ്റ്റാറ്റ്യൂട്ടിന്റെ ബലത്തിലാണ് ആ അനുമതി കൊടുത്തത്, വാടകയ്ക്ക് കൊടുത്തത്? കൊടുത്തതിന് ശേഷം അവർ സ്വകാര്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ അവർ ഏത് ചിത്രം വെക്കുന്നു എന്നുള്ളത് വാടകയ്ക്ക് കൊടുത്ത കെട്ടിട ഉടമയുടെ പ്രശ്നമാണോ? അല്ല, പ്രശ്നമാണ്. അത് സാധാരണ കെട്ടിടമല്ല, ആ സർവകലാശാല കെട്ടിടമാണ്. ശരിയാണ്, ഇപ്പൊ താങ്കൾ പറയുന്നത് 100% ശരിയാണ്. അതുപോലൊരു സംഘടനയ്ക്ക്, ഒരു RSSന്റെ അഫിലിയേറ്റഡ് ആ സംഘടനയ്ക്ക് അവിടെ പരിപാടി നടത്താൻ എന്താ അനുവാദം കൊടുത്തുകൂടാ? RSSന് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുത്തുകൂടാ, ഒരു മതസംഘടന കൊടുത്തുകൂടാ, ഒന്നും കൊടുത്തുകൂടാ. ശരിയാണ്, അവിടെ ഒരു പിഴവ് സംഭവിച്ചു, ഒരു തർക്കം അക്കാര്യത്തിലില്ല. ആ പിഴവ് സംഭവിച്ചതിൽ പിന്നെയും ഒരു പിഴവ് കൺമുന്നിൽ നടക്കുന്നു എന്ന് അറിയുമ്പോൾ കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? ആ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരിയായ രജിസ്ട്രാർക്ക് ഇല്ല, ഇടപെടേണ്ടി വരും അവിടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ അവിടെ അരിവാൾ ചുറ്റിക വരും, നാളെ കൈപ്പത്തി വരും, എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഹാഷ്മി, ഞാൻ അവിടേക്ക് തന്നെ വരുന്നത്. പിഴവ് സംഭവിച്ചു എന്ന് ഹാഷ്മിക്ക് മനസ്സിലായി, പക്ഷെ CPM സമ്മതിക്കുന്നുണ്ടോ? രജിസ്ട്രാർ സമ്മതിക്കുന്നുണ്ടോ? അവർക്ക് പിഴവ് സംഭവിച്ചത് എങ്ങനെയാണ്? ഇത്രയും കേരളത്തിൽ ആർലേക്കർ വന്നതിന് ശേഷം അതിനു മുമ്പ് ആരിഫ് ഖാൻ ഇരുന്ന സമയത്തുമൊക്കെ സംഘപരിവാർ വൽക്കരണമാണ് യൂണിവേഴ്സിറ്റികളിലും ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളും നടക്കുന്നതെന്ന് കൃത്യമായി തിരിച്ചറിവുള്ളപ്പോൾ യാതൊരു രാഷ്ട്രീയ ബോധ്യവും ഇല്ലാത്ത ആളാണോ സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടിരിക്കുന്നത്? സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയ്ക്ക് ഈ ഹോൾ വാടകയ്ക്ക് കൊടുത്തപ്പോൾ യാതൊരു അന്വേഷണവും നടത്തിയില്ലേ? ഒരു അന്വേഷണവും നടത്താതെ വരുന്ന മുഴുവൻ സംഘികൾക്കും വാടകയ്ക്ക് കൊടുക്കാനിരിക്കുന്നതാണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോളൊക്കെ? അതിനുശേഷം അവർ സ്വകാര്യമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവിടെ വെച്ചിരിക്കുന്ന ചിത്രം, ആ പരിപാടി റദ്ദാക്കാനായിട്ട് രജിസ്ട്രാർ ഇടപെടുന്നു. ഞാൻ ഇതിലെ സാങ്കേതികത്വത്തെ കുറിച്ചിട്ടല്ല തൂങ്ങാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് പിണറായി വിജയൻ സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പിണറായി വിജയനും ഒക്കെ നിരന്തരം പറയുന്നത്. ഇതിപ്പോ ഉന്നത വിദ്യാഭ്യാസം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തോന്നിവാസത്തിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ സംഘപരിവാറിന് വേണ്ടിയിട്ട് ആർലേക്കർക്ക് വേണ്ടിയിട്ട് ഉള്ളൂത്ത് നടത്തുന്ന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും, അതുപോലെ പിണറായി വിജയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഖാവൽക്കരണത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന കുറെ ആളുകളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആശ്രയിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവി തുലാസിലാക്കുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ ഇവർക്ക് സമരമുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ യൂണിവേഴ്സിറ്റിയിൽ VC മാരില്ലാത്തതിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരില്ലാത്തതിൽ, കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് നേരെ അനൗൺസ് ചെയ്യാത്തതിൽ? ഇവിടെ പ്രശ്നം ഈ പറയുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ RSS എന്ന് പറഞ്ഞ ഐഡിയോളജിയുടെ അനുവാചകനാണ്, അതിൻ്റെ പ്രചാരകനാണ്, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഏറെ ചെറുപ്പത്തിലെ ആ ആശയത്തിൽ ആകൃഷ്ടനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി പ്രകാരമുള്ള RSSകാർ അവരുടെ പരിപാടിയിൽ വെക്കുന്ന ഒരു ചിത്രം രാജ്ഭവനിൽ വെക്കുന്നു, സർവകലാശാലയിൽ വെക്കുന്നു. അതിനുവേണ്ടി പിടിച്ചു നിൽക്കുകയാണ്, അതിനുവേണ്ടി പോരാടുകയാണ്. ആ പോരാട്ടത്തെ നിങ്ങൾ കാണാതെ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ ബാലൻസിങ് പറയാമോ ഇവിടെ? അത് ബാലൻസിംഗ് ആയിട്ട് തോന്നണേ. ഈ ആർലേക്കർ കേരളത്തിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ RSSകാരാണ് വരുന്നത്, വലിയ പരവതാനിയൊന്നും ഇരിക്കേണ്ടെന്ന്. K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ആരിഫ് ഖാനേക്കാൾ തീവ്രത കൂടി RSSകാരനാണ് വരുന്നതെന്ന്. അപ്പോഴും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതിയത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പിണറായി വിജയൻ പക്വമതിയായ ഗവർണർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്തത്, പക്വമതിയായ ഗവർണർ എന്ന് എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്, പ്രഭാത ഭക്ഷണത്തിന് കൊണ്ടുപോവുകയാണ് ചെയ്തത്, അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പം നിരവധിയായിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങൾ നടക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ആരിഫ് ഖാനും പിണറായി വിജയനും കൂട്ടുകച്ചവടം നടത്തുന്ന സമയത്ത് ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് പുനർനിയമനം കൊടുത്തപ്പോൾ വിചാരധാര പഠിപ്പിക്കാൻ
ബഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവർക്ക് ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പൊ നിരവധി സമയത്ത് കൃത്യമായിട്ട് ഈ ആർലേക്കർക്കെതിരെ ആദ്യമായിട്ട് പ്രതിഷേധ സ്വരം ഉയർത്തത് കോൺഗ്രസ് ആണ്. ബീഹാറിൽ 2024 അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം കൊണ്ടല്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. സംഘപരിവാറൊക്കെ നേതൃത്വം കൊടുക്കുന്ന സായുധ പോരാട്ടത്തിനും ഒളിവിലിരുന്ന് ഒളിവ് സേവ ചെയ്യുന്നതിലൂടെയാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് ആർലേക്കർക്കെതിരെ സമരം ചെയ്ത സംഘടനയുടെ പേരാ ഈ കോൺഗ്രസ്. ആ കോൺഗ്രസ് കൃത്യമായിട്ട് ആർലേക്കർ കേരളത്തിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിങ്ങളുടെ ഭരണകാലവും ആർലേക്കറുടെ ഒരു ഗവർണർ കാലവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഭരണകാലവും ഒരു കോൺഗ്രസിന്റെ ഗവർണർ കാലവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല പോയൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് വിസ്താര സമയം ഹാഷ്മി ഞാൻ പറയാം. 2022 ഡിസംബർ മാസമാണ് ഹിമാചൽ പ്രദേശില് സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. 2023 അതായത് 7-ാം മാസം 2023 ജൂലൈ മാസം ആർലേക്കർ അവിടുന്ന് ബീഹാറിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം 7 മാസക്കാലം മാത്രമാണ് ആർലേക്കർ ഹിമാചൽ പ്രദേശിൽ ഗവർണറായിട്ടിരുന്നിട്ടുള്ളത്. ആ സമയത്ത് അവിടുത്തെ ഏതെങ്കിലും സർക്കാർ പരിപാടിയിൽ RSSന്റെ ഭാരതാംബ ചിത്രം വെച്ച് ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ? ശരി, നമുക്ക് അതിൽ വിശദമായി പോട്ടെ.